നമസ്കാരം. കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചിരുന്നത് വനിതാ സംവരണ ബില്ലിനെ കുറിച്ചായിരുന്നു. എന്തുകൊണ്ട് സംവരണ ബില്ല് പ്രാബല്യത്തിൽ വരാൻ കാലതാമസം എടുക്കും, അതിന് മുൻപിലുള്ള വിലങ്ങുതടികൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറഞ്ഞിരുന്ന മണ്ഡല പുനർനിർണയത്തെക്കുറിച്ചാണ് ഇത്തവണ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണ ലഭിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞാൻ മനസ്സുകൊണ്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. ആരോഗ്യപരവും രാഷ്ട്രീയപരമായ ചർച്ചകൾ നമുക്ക് ഇവിടെ തുടരാവുന്നതാണ്. എന്നാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം അഥവാ ഡീലിമിറ്റേഷൻ കേൾക്കുമ്പോൾ ഇതൊരു സാങ്കേതികമായ നടപടിക്രമം മാത്രമായിട്ട് തോന്നാം. എന്നാൽ നമ്മുടെ വോട്ടിൻ്റെ മൂല്യത്തെയും സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിലുള്ള സ്വാധീനത്തെയും ഇത് എങ്ങനെയാണ് തലകീഴായി മറിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. നിലവിൽ 543 അംഗങ്ങളുള്ള ലോക്സഭയെ 750 ഉയർത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനൊപ്പം വനിതാ സംവരണവും കൂടി വരുമ്പോൾ പുറമേ നിന്ന് നോക്കിയാൽ വലിയൊരു പരിഷ്കരണം എന്ന് തോന്നാം. പക്ഷേ ഇതിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കുമ്പോൾ വലിയൊരു ആശങ്ക ബാക്കിയുണ്ട്, പ്രത്യേകിച്ചും കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക്. ഇന്ത്യയിൽ ഇപ്പോഴും 1971 സെൻസസ് കണക്കുകൾ വെച്ചാണ് പാർലമെന്റ് സീറ്റുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അന്ന് ഇന്ത്യയുടെ ജനസംഖ്യ വെറും 54 കോടിയായിരുന്നു. ഇന്ന് അത് ഇരട്ടിയിലധികമായി. സ്വാഭാവികമായും പുതിയ സെൻസസ് അടിസ്ഥാനമാക്കി സീറ്റുകൾ പുനർനിർണ്ണയിക്കേണ്ടി വരും. അവിടെയാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത്. കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി കേരളവും തമിഴ്നാടും കർണാടകയും ഒക്കെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ മുന്നേറ്റം നടത്തി ജനസംഖ്യ നിയന്ത്രിച്ചു. സർക്കാർ നയങ്ങൾ കൃത്യമായി നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനങ്ങളാണിവ. എന്നാൽ ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ വൻതോതിൽ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോഴുള്ള പുതിയ സെൻസസ് പ്രകാരം സീറ്റുകൾ വിഭജിച്ചാൽ ജനസംഖ്യ നിയന്ത്രിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിലെ പ്രാതിനിധ്യം കുറയുകയും വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അത് വൻതോതിൽ കൂടുകയും ചെയ്യും. ഇത് സാധൂകരിക്കുന്ന ഒരു കണക്ക് കൂടി വ്യക്തമാക്കാം. പുതിയ കണക്കനുസരിച്ച് ഉത്തർപ്രദേശിലെ സീറ്റുകൾ 80 നിന്ന് 138 ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിന്റെ സീറ്റുകളിൽ കാര്യമായ വർധനവ് ഉണ്ടാവുകയില്ല. ഫലത്തിൽ കേന്ദ്രത്തിൽ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം കുറച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കൈകളിലേക്ക് മാത്രമായി ചുരുങ്ങും. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിൽ ഇതൊരു വലിയ വിള്ളലുണ്ടാക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. മറ്റൊരു പ്രധാന കാര്യം രാജ്യസഭയെക്കുറിച്ചാണ്. ലോക്സഭയിലെ അംഗബലം വൻതോതിൽ കൂടുമ്പോഴും സംസ്ഥാനങ്ങളുടെ ശബ്ദമായ രാജ്യസഭയുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും പറയുന്നില്ല. ഇത് ലോക്സഭയ്ക്ക് അമിതാധികാരം നൽകാനും രാജ്യസഭയുടെ പ്രസക്തി കുറയ്ക്കാനും ഇടയാക്കും. സംയുക്ത സമ്മേളനങ്ങളും മറ്റും വരുമ്പോൾ ലോക്സഭയിലെ അംഗബലം വെച്ച് ഏത് തീരുമാനവും ഏകപക്ഷീയമായി എടുക്കാൻ കേന്ദ്രത്തിന് സാധിക്കുകയും ചെയ്യും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ദോഷകരമായി ഒന്നും സംഭവിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും അതൊന്നും നിയമത്തിന്റെ ഭാഗമായി എഴുതപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വെറും വാക്കാലുള്ള ഉറപ്പുകൾ കൊണ്ട് ഈ വലിയ ആശങ്ക പരിഹരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷവും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജനസംഖ്യാ നിയന്ത്രണം വിജയകരമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്ന രീതിയിലാണോ ഈ പുതിയ പരിഷ്കാരം വരേണ്ടത് എന്നാണ് നമ്മളിനി ചിന്തിക്കേണ്ടത്. വികസന കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതാകുന്നത് ജനാധിപത്യത്തിന് ഗുണകരമല്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിവരയ്ക്കാൻ പോകുന്ന ഈ നീക്കം വലിയൊരു സംവാദത്തിനാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ എനിക്ക് പങ്കുവെക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.